റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. 24 ന്യൂസ് ചെയർമാൻ മുഹമ്മദ് ആലിങ്കലിനെതിരെ വൻ തട്ടിപ്പ് കേസ്. 2000 കോടി രൂപ തട്ടിച്ചതിന് നെടുമ്പാശ്ശേരി പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. വ്യാജരേഖയുണ്ടാക്കി ആശുപത്രി ശൃംഖല തട്ടിയെടുത്തെന്ന പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. പരാതിക്കാരനായ നിലമ്പൂർ സ്വദേശിയെ ഹോട്ടലിൽ പൂട്ടിയിട്ട് സംഘം ചേർന്ന് മർദ്ദിച്ചെന്നും FIR-ൽ പറയുന്നു. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് വാർത്തയിലേക്ക്. പ്രസാദും ശ്യാം ദേവരാജുമാണ് ചേരുന്നത്. ശ്യാം ദേവരാജ്, FIR പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഗുരുതര കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. 2000 കോടിയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നു. മാത്രമല്ല പരാതിക്കാരനെ ഭീഷണിപ്പെടുത്തുകയും ഹോട്ടലിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുകയും ചെയ്യുന്ന നിലയിലേക്കായിരുന്നു കാര്യങ്ങൾ. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് 24 മുതലാളിക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ബിരുദ വേണു, അങ്ങനെ തന്നെയാണ്. അങ്ങേയറ്റം ഗൗരവതരമായ ഒരു പരാതിയാണ് 24 ന്യൂസിന്റെ ചെയർമാൻ മുഹമ്മദ് ആലിങ്കലിനെതിരെ വീഴുന്നത്. അതൊരു വൻ തട്ടിപ്പ് കേസാണ്. അത് 1-2 കോടി രൂപയല്ല, 2000 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ വിശദമാക്കുന്നത്. ആ FIR-ന്റെ വിവരങ്ങളാണ് റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. നെടുമ്പാശ്ശേരി പോലീസാണ് മലപ്പുറം സ്വദേശിയുടെ പരാതിയിൽ അത്തരമൊരു FIR രജിസ്റ്റർ ചെയ്യുന്നത്. ഈ പരാതിക്ക് ആധാരമായ സംഭവം ഇങ്ങനെയാണ്. ആശുപത്രി ശൃംഖല വ്യാജരേഖകൾ ഉണ്ടാക്കി തട്ടിയെടുത്തു എന്നതാണ് FIR. തട്ടിപ്പ് നടന്നത് 2015 മുതൽ 2019 വരെയുള്ള കാലയളവിലാണ് എന്ന കാര്യവും കൂടി പരാതിക്കാരൻ ഈ പരാതിയിൽ പറയുന്നുണ്ട്. അക്കാര്യമാണ് പോലീസ് FIR-ലും പറയുന്നത്. പരാതി നൽകിയത് നിലമ്പൂർ സ്വദേശി അബ്ദുൽ സലാം അബ്ദുൾ റഹ്മാൻ എന്നയാളാണ് ഇതിന്റെ പരാതിക്കാരൻ. ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലായിരുന്നു ഏതാണ്ട് 2000 കോടി രൂപ മതിപ്പ് വിലയുള്ള വലിയ ഹോട്ടൽ ഈ ആശുപത്രി ശൃംഖല ഉണ്ടായിരുന്നത്. ഈ 2000 കോടി രൂപ മതിപ്പ് വില വരുന്ന ആശുപത്രി ശൃംഖല വ്യാജരേഖകൾ ഉണ്ടാക്കി തട്ടിയെടുത്തു എന്നതാണ് മുഹമ്മദ് ആലിങ്കലിനെതിരായ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. ഒപ്പം പരാതിക്കാരന്റെ പേരിൽ വ്യാജ കേസുകൾ രജിസ്റ്റർ ചെയ്ത് ജയിലിലടച്ചു, സൗദി അറേബ്യയിലെ ജയിലിലടച്ചു എന്ന ഒരു ആക്ഷേപം കൂടി പരാതിക്കാരൻ ഈ പരാതിയിൽ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഒരു ഘട്ടത്തിൽ ഇക്കൊല്ലം കേസിന്റെ ഒത്തുതീർപ്പിനെന്ന വ്യാജേന നെടുമ്പാശ്ശേരി എയർപോർട്ടിന് സമീപത്തേക്ക് വിളിച്ചു വരുത്തി. അത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ ഫ്ലോറ റെസിഡൻസി ഹോട്ടലിലേക്കാണ് വിളിച്ചു വരുത്തിയത്. തുടർന്ന് മുഹമ്മദ് ആലിങ്കലിന്റെ നേതൃത്വത്തിൽ പ്രതികൾ പരാതിക്കാരനെ ദേഹോപദ്രവമേൽപ്പിച്ചു എന്നതാണ് ഈ അടിസ്ഥാനമായ പരാതിയുടെ ഉള്ളടക്കത്തിൽ പറയുന്നത്. പരാതിക്കാരനെ ഒത്തുതീർപ്പിന് വിളിച്ചു വരുത്തി മർദ്ദിച്ചു എന്നതാണ് FIR. ഇതിൽ കേസിൽ മുഹമ്മദ് ആലിങ്കലിനൊപ്പം 24 ന്യൂസിന്റെ ചെയർമാനായ മുഹമ്മദ് ആലിങ്കലിനൊപ്പം മറ്റ് 5 പ്രതികൾ കൂടിയുണ്ട്. ഇവർക്കെതിരെ നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ചുമത്തിയത് ഗൗരവതരമായ കുറ്റങ്ങളാണ്. അത് വിശ്വാസവഞ്ചന, തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. വ്യാജരേഖ ചമച്ചതിനും ഭീഷണിപ്പെടുത്തിയതിനും കേസെടുത്തിട്ടുണ്ട്. പൊതു ഉദ്ദേശത്തോടെ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളികളായതിനാണ് മറ്റൊരു വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. 2015-19 കാലയളവിൽ നടന്ന കുറ്റകൃത്യത്തിന് പിന്നാലെയുള്ള അതിക്രമമായതിനാൽ തന്നെ ഇത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 406 വകുപ്പ് അനുസരിച്ച വിശ്വാസവഞ്ചന കുറ്റം, IPC 420 വകുപ്പ് അനുസരിച്ച തട്ടിപ്പ്, IPC 471 വകുപ്പ് അനുസരിച്ച് വ്യാജരേഖ ചമയ്ക്കൽ, ഒപ്പം IPC 506 വകുപ്പ് അനുസരിച്ച് ഭീഷണിപ്പെടുത്തുക, IPC 323 വകുപ്പ് അനുസരിച്ച് ദേഹോപദ്രവമേൽപ്പിക്കൽ തുടങ്ങിയ ഗൗരവതരമായ കുറ്റങ്ങളാണ് 24 ന്യൂസിന്റെ ചെയർമാനായ മുഹമ്മദ് ആലിങ്കലിനെതിരെ നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ്. ശ്യാം ദേവരാജ്, ഇതിലിപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ, അതായത് കേസിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് 2000 കോടിയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. അത് ആശുപത്രി ശൃംഖല ഈ വ്യക്തിയിൽ നിന്ന് തട്ടിയെടുക്കുന്നതിന് വേണ്ടി വ്യാജരേഖകൾ ഉൾപ്പെടെ ചമച്ചുവെന്ന പരാതിയിൽ, നിലമ്പൂർ സ്വദേശിയുടെ പരാതിയിലാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും മറ്റു തുടർ നടപടികളിലേക്ക് പോകാൻ പോകുന്നതുമെന്ന് മനസ്സിലാക്കുന്നു. ഇതിൽ ഏറ്റവും ഗൗരവമുള്ള കാര്യം അതല്ല, ഈ പരാതിക്കാരനെ തന്നെ ഭീഷണിപ്പെടുത്തി അയാളെ നിരന്തരം പൂട്ടിയിട്ട് മർദ്ദിക്കുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയെന്നതാണ്.
അങ്ങനെ തന്നെയാണ്. അത് ഒരാളെ ശാരീരികമായി കൈയേറ്റം ചെയ്യുക, അതിക്രൂരമായ രീതിയിൽ മർദ്ദിക്കുക എന്നതാണ് 24 ന്യൂസിന്റെ ചെയർമാൻ മുഹമ്മദ് ആലുങ്കലിനെതിരെ നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കുറ്റം. അതിൽ എഫ്ഐആറിൽ ഒരു വകുപ്പ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 323 വകുപ്പ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കാരണത്താലാണ്. ഇത് തന്നെ ദേഹോപദ്രവം ഏൽപ്പിക്കുക എന്ന കുറ്റമാണ് അതിൽ ചുമത്തിയിരിക്കുന്നത്. പരാതിക്കാരന്റെ മൊഴി അനുസരിച്ചാണ് പോലീസ് അത്തരമൊരു കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് സംഭവിച്ചത് ഈ കേസിന്റെ ഈ തട്ടിപ്പ് കേസിന് 2000 കോടി രൂപയുടെ തട്ടിപ്പ് കേസിന്റെ ഒത്തുതീർപ്പിന് എന്ന വ്യാജേന നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ ഫ്ലോറ റെസിഡൻസി എന്ന ഹോട്ടലിലേക്ക് പരാതിക്കാരനെ വിളിച്ചു വരുത്തുന്നു. തുടർന്ന് 24 ന്യൂസിന്റെ ചെയർമാനായ മുഹമ്മദ് ആലുങ്കലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇദ്ദേഹത്തെ അതിക്രൂരമായ രീതിയിൽ ഹോട്ടൽ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുന്നു. അങ്ങനെ അവശനായ അദ്ദേഹമാണ് ഈ നെടുമ്പാശ്ശേരി പോലീസിൽ പരാതി നൽകുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നെടുമ്പാശ്ശേരി പോലീസ് കേസെടുക്കുന്നത്. ഇത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വ്യത്യസ്തമായ വകുപ്പുകൾ പ്രകാരമാണ്. ഒപ്പം ഈ 2000 കോടി രൂപയുടെ ഹോട്ടൽ ശൃംഖല വ്യാജരേഖകൾ ചമച്ച് തട്ടിയെടുത്തു എന്ന കുറ്റം കൂടി, അതിനുള്ള കുറ്റവും കൂടി 24 ന്യൂസിന്റെ ചെയർമാനായ മുഹമ്മദ് ആലുങ്കലിനെതിരെ നെടുമ്പാശ്ശേരി പോലീസ് ചുമത്തിയ എഫ്ഐആറിലുണ്ട്. വിശ്വാസവഞ്ചന, തട്ടിപ്പ്, വ്യാജരേഖ ചമക്കൽ, ഒപ്പം ദേഹോപദ്രവമേൽപ്പിക്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് നെടുമ്പാശ്ശേരി പോലീസ് 24 ന്യൂസിന്റെ ചെയർമാനായ മുഹമ്മദ് ആലുങ്കലിനെതിരെ ചുമത്തിയിട്ടുള്ളത്. അതാണ് നമുക്ക് എഫ്ഐആറിലെ വിശദാംശങ്ങൾ ഒരിക്കൽ കൂടി പരിശോധിക്കാം. ഗുരുതര വകുപ്പുകൾ ചുമത്തി തന്നെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എഫ്ഐആറിന്റെ പകർപ്പ് പ്രേക്ഷകർക്ക് കാണുകയും ചെയ്യാം. 24 ന്യൂസിന്റെ മുതലാളി ആലുങ്കൽ മുഹമ്മദിനെതിരെയാണ്, ചെയർമാൻ ആലുങ്കൽ മുഹമ്മദിനെതിരെയാണ് നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നത്. മറ്റ് കൂട്ടുപ്രതികൾ കൂടി ഇതിലുണ്ട്. അവർ സംഘം ചേർന്ന് മർദ്ദിച്ചു എന്നതാണ്. അതായത് ഈ പ്രതികൾ ചേർന്ന് ഗൂഢാലോചന നടത്തി പരാതിക്കാരൻ സൗദി അറേബ്യയിൽ പ്രവർത്തനം നടത്തി വന്നിരുന്ന 2000 കോടി രൂപ മതിപ്പ് വില വരുന്ന ഹോസ്പിറ്റൽ ശൃംഖല വ്യാജരേഖകൾ ഉണ്ടാക്കി അന്യായമായി ചതി ചെയ്ത് തട്ടിയെടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇതിൽ വ്യാജ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ഉൾപ്പെടെ ശ്രമിക്കുകയും നെടുമ്പാശ്ശേരി എയർപോർട്ട് ഫ്ലോറ റെസിഡൻസി ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി പരാതിക്കാരനെ ദേഹോപദ്രവം ഏൽപ്പിച്ചും ചെയ്തിട്ടുണ്ട് എന്നതാണ് എഫ്ഐആർ പറയുന്നത്. അതായത് മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ള പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഗുരുതര വകുപ്പുകൾ തന്നെ ചുമത്തിക്കൊണ്ടാണ് നെടുമ്പാശ്ശേരി പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 24 ന്യൂസിന്റെ ചെയർമാനും 24 ന്യൂസ് മുതലാളി മുഹമ്മദ് ആലുങ്കലും മറ്റു കൂട്ടാളികളും ചേർന്നുകൊണ്ടാണ് നിലമ്പൂർ സ്വദേശിയായ പരാതിക്കാരനെ മർദ്ദിക്കുകയും ഹോട്ടലിൽ പൂട്ടിയിട്ട് നിരന്തരം ഉപദ്രവിക്കുകയും ചെയ്തതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. നെടുമ്പാശ്ശേരി പോലീസാണ് ഇതിൽ കേസെടുത്തിരിക്കുന്നത്. കാരണം എയർപോർട്ടിന് സമീപത്ത് ഇയാൾ വിദേശത്ത് നിന്ന് ഒത്തുതീർപ്പിനെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഹോട്ടലിൽ വിളിച്ചു വരുത്തി പൂട്ടിയിടുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാളുടെ ഉടമസ്ഥതയിലുള്ള സൗദി അറേബ്യയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ ശൃംഖല, അത് 2000 കോടി രൂപ മതിപ്പ് വില വരുന്ന ഹോട്ടൽ ശൃംഖലയാണ്. അത് തട്ടിയെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഭീഷണിപ്പെടുത്തുകയും ഇത്തരത്തിൽ ഇയാളെ മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നതും കൂടി എഫ്ഐആറിൽ നിന്ന് വ്യക്തമാവുകയാണ്. ഈ പരാതിക്കാരൻ നേരിട്ട് നൽകിയ പോലീസിന് നൽകിയ പരാതിയിലാണ് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്.